നമസ്കാരം. ന്യൂസ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. സ്വാധീനം വ്യക്തമാക്കാനും കേന്ദ്രത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുമുള്ള നീക്കങ്ങളുമായി CJP വീണ്ടും രംഗത്ത്. പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ ഛത്രപതി സാംഭാജി നഗറിലെ വീട്ടിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് സംഘടനാ സംവിധാനം വിപുലീകരിക്കാനും സെപ്റ്റംബറിൽ ക്യാ ബോൾത്തി പബ്ലിക് എന്ന ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനിച്ചത്. എന്നാൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് അടിയന്തരമായി തുടക്കമിടാൻ ധൈര്യപ്പെടാതെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള പ്രചാരണ തന്ത്രങ്ങൾക്ക് മാത്രമാണ് സംഘടന ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. FCRA ചട്ട ഭേദഗതികൾ ഇങ്ങോട്ട് നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കവും കുറഞ്ഞോളും, ഫണ്ട് നീക്കുമല്ലോ. അമേരിക്കയും ഇസ്രയേലുമായി തുടരുന്ന സൈനിക സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിയുമായി ആശയവിനിമയം നടത്തുന്നത് നിലവിൽ ഏറെ പ്രയാസകരമാണെന്ന് വെളിപ്പെടുത്തി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഭരണ നേതൃത്വത്തിലെ ആശയവിനിമയ വെല്ലുവിളികളെക്കുറിച്ച് പ്രസിഡന്റ് തുറന്നു പറഞ്ഞത്. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അധികാരമേറ്റ മകൻ മുസ്തഫ ഖമനേയി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് വിവിധ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇനി മകനും വാപ്പയെ പോലെ ഹൊറിഫൈഡ് ആയോ എൻ്റെ നാഥ? ശബരിമലയിലെ നെയ് വാങ്ങലുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം അജികുമാറിനെയും പ്രതി ചേർക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട FIR ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കടകംപള്ളിയിൽ ആർക്കൊക്കെയോ പനിയും വിറയലും തുടങ്ങിയെന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. നിയമപരമായ ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് പോകാനാകില്ല എന്ന നിലപാടിൽ ഗതാഗത മന്ത്രി CP ജോൺ. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്ത ഇളവുകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെയാണ് കൈമലർത്തി ഗതാഗത മന്ത്രി രംഗത്തെത്തിയത്. നിയമപരമായി സംസ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് മാത്രമേ ചെയ്യാനാകൂ എന്നും ഒരു സർക്കാരിനും നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി. ലൈംഗിക പീഡന പരാതിയിലെ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷനും മുൻ BJP MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് ജന്മനാടായ ഗോണ്ടയിൽ വൻ വരവേൽപ്പ്. കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ അദ്ദേഹത്തെ ആയിരക്കണക്കിന് അനുയായികളും പിന്തുണക്കാരും ചേർന്നാണ് സ്വീകരിച്ചത്. അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചാർട്ടേഡ് വിമാനത്തിലെത്തിയ അദ്ദേഹത്തെ വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. കോടതി കുറ്റവിമുക്തനാക്കിയാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോടതി ഇതുവരെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്ന് ബ്രിജ്ഭൂഷൺ മറക്കരുത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ CPM നേതാക്കൾക്കും നോട്ടീസ് അയച്ചു പോലീസ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ആക്രമണം നടന്ന സമയത്ത് CPM സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിലുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബിനീഷിന്റെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചു. ഗൂഢാലോചനയിൽ ബിനീഷിനും പങ്കുണ്ട് എന്നാണ് ED ഉദ്യോഗസ്ഥരുടെ മൊഴി. കാരണബോധത്തിന്റെ മകളെ വെള്ളപൂശാൻ നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ? ഹിന്ദു വിശ്വാസികളെ അധിക്ഷേപിച്ച് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകനും DK ശിവകുമാർ സർക്കാരിലെ നഗരവികസന മന്ത്രിയുമായ യതീന്ദ്ര സിദ്ധരാമയ്യ കർണാടകയിലെ ബിദറിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടാൽ അതൊരു അടിച്ചമർത്തൽ വ്യവസ്ഥയുടെ തിരിച്ചുവരവിലേക്ക് നയിക്കുമെന്നാണ് യതീന്ദ്ര പറഞ്ഞത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയാൽ അത് അടിച്ചമർത്തൽ വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരും. അതുകൊണ്ടാണ് വർഗീയ ശക്തികൾ നമ്മെ അടിച്ചമർത്താൻ മതം ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനെതിരെ പോരാടണം. ഇത് നമ്മുടെ പോരാട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്നിക്കാൻ കഴിയൂ എന്നാണ് യതീന്ദ്ര പറയുന്നത്. വാപ്പ വേലി ചാടിയാൽ മകൻ മതിൽ ചാടും എന്നാണ് പുതിയ പഴമൊഴി. എക്കാലത്തും ലോകസമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയായിരുന്നു. ഇന്നും ഈ സ്ഥിതി തുടരുകയാണെന്നും ഭ്രാന്തിന്റെ ഏറ്റവും പുതിയ മറുപേരായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുകയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഹിരോഷിമ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രംപ് നാളെ നേരിട്ട് തിരുവനന്തപുരത്തെത്തി വിശ്വം സാറിന് മാപ്പെഴുതി കൊടുക്കും. സഖാവിന് മാപ്പെഴുതി കൊടുത്ത ശേഷം നേരെ വാഷിംഗ്ടൺ DC തിരികെ എത്തി രാജിയും സമർപ്പിക്കും. ബോളിവുഡ് താരം രൺബീർ കപൂർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം രാമായണ നവംബർ 6 ലോകമെമ്പാടും തിയേറ്ററുകളിലെത്തും. കരിയറിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നിന്റെ റിലീസ് ദിനം മാത്രമല്ല, രൺബീറിന് ആ തീയതി കൂടുതൽ പ്രത്യേകമാകുന്നതിന് മറ്റൊരു കാരണത്താലുമാണ്. 2022 നവംബർ 6 ജനിച്ച മകൾ റാഹിയുടെ 4ാം പിറന്നാളും അന്നേ ദിവസമാണ്. ഡിസംബർ 6 ചിത്രത്തിന് കുറച്ചുകൂടി യോജിച്ച റിലീസ് തീയതി.
എന്ത് ചെയ്യാം. പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകനും മുതിർന്ന അവാമി ലീഗ് നേതാവുമായ സജ്ജീദ് വസീർ ജോയ് ബംഗ്ലാദേശിനെ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചു. തന്റെ രാജ്യം എല്ലാ തലങ്ങളിലും അധപ്പതിച്ചിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ലെങ്കിൽ പ്രാദേശിക ഭീകരതയുടെ വിളനിലമായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്തിനാ വലിയ അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ പോകുന്നത്? ഭാരതത്തിൻ്റെ ഒരു 2 സർജിക്കൽ സ്ട്രൈക്കും 1 ബാലാക്കോട്ടും കഴിയുമ്പോഴത്തേക്ക് അവന്മാർ ഡീസൻ്റ് ആയിക്കോളും. ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ടിരിക്കും. ഇതോടെ ന്യൂസ് ടേക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.